സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനും അതുപോലെ സ്പോൺസർഷിപ്പ് നടത്തുന്ന ആളും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ, ആ കൊടുക്കൽ വാങ്ങലിന്റെ ബാക്കിയാണ് 14,000 കോടിയോളം വരുന്ന GST കുടിശ്ശിക എന്ന് ഏത് മരമണ്ടന മനസ്സിലാകാത്തത്? അപ്പോ ഈ വർഷം നമ്മുടെ ഖജനാവ് കാലിയായതിന്റെ ആസൂത്രകർ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹജീവികളുമാണ്, എന്ന് വെച്ചാൽ സഹമന്ത്രി പുങ്കവന്മാരുമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റവന്യൂ ഗ്രാന്റ് ആയിട്ട് കേന്ദ്രത്തിൽ നിന്ന് 814 കോടിയാണ് ഈ കഴിഞ്ഞ വർഷം, അതായത് 2023-24 വർഷം കിട്ടേണ്ടിയിരുന്നത്. അതിന്റെ ഒന്നാമത്തെ ഗഡു 2,212 കോടി രൂപ കഴിഞ്ഞ ഓഗസ്റ്റിൽ, അതായത് 2023 ഓഗസ്റ്റിലാണ് കേന്ദ്രത്തിൽ നിന്ന് കൈമാറുന്നത്. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കൈമാറിയ ആ 212 കോടിയുടെ 1 രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പോയില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ബാക്കി എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതുമില്ല. അതായത് ഈ 212 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി, അത് യൂട്ടിലൈസ് ചെയ്ത് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAG അറ്റസ്റ്റ് ചെയ്ത്, അതായത് CAG കണ്ട് ശരി എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ എത്തിയാലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കിട്ടുക. ആ സർട്ടിഫിക്കറ്റ്, അതായത് ഫണ്ട് കൈമാറിയില്ല. അങ്ങനെ കൈമാറാതിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ, ക്രമക്കേടുകൾ കണ്ടുപിടിക്കാതിരിക്കാനാണ് ഓഡിറ്റിംഗ്, ഇന്റേണൽ ഓഡിറ്റിംഗ് തടസ്സപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പോ സ്പോൺസർഷിപ്പ് പിരിക്കാൻ പോവുകയാണ്. കേരളീയം നടത്തി സ്പോൺസർഷിപ്പ് പിരിച്ച കഥ മറന്നുപോയിട്ടില്ല. കേരളീയത്തിന് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആൾക്ക് കേരളീയത്തിന്റെ അവസാന ദിവസം അവാർഡ് കൊടുത്തു. അത് ആരായിരുന്നു അവാർഡ് സ്വീകരിച്ച ആള്? അവാർഡ് സ്വീകരിച്ച ആള് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ ചീഫ് ആയിരുന്നു. അതായത് GST കളക്ഷൻ ഒക്കെ നടത്തേണ്ട ചീഫ്. അദ്ദേഹത്തിന് അവാർഡൊക്കെ കൊടുത്ത് ആദരിച്ചു. പക്ഷെ നമ്മള് GSTയുടെ കുടിശ്ശിക നോക്കുമ്പോഴല്ലേ, നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ എന്താണ് ബജറ്റ് അവതരണ ദിവസം സഭയിൽ പറഞ്ഞത്? 14,000 കോടിയോളം രൂപയാണ് GSTയുടെ കുടിശ്ശിക പിരിക്കാൻ കിടക്കുന്നതെന്ന്. ഈ സ്പോൺസർഷിപ്പിന് ചെല്ലുമ്പോഴേ അങ്ങോട്ട് പറയും അവർ പരസ്പര സഹായ സംഘങ്ങളാണ്. സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർക്കും ചില അവകാശങ്ങളുണ്ട്. അതായത് ചില ഇളവുകളൊക്കെ ആ സ്പോൺസർ അർഹിക്കുന്നു. അങ്ങനെ ഇളവുകൾ കിട്ടുമെന്ന ധാരണയിലാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനും അതുപോലെ സ്പോൺസർഷിപ്പ് നടത്തുന്ന ആളും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ, ആ കൊടുക്കൽ വാങ്ങലിന്റെ ബാക്കിയാണ് 14,000 കോടിയോളം വരുന്ന GST കുടിശ്ശിക എന്ന് ഏത് മരമണ്ടന മനസ്സിലാകാത്തത്? അപ്പോ ഈ വർഷം നമ്മുടെ ഖജനാവ് കാലിയായതിന്റെ ആസൂത്രകർ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹജീവികളുമാണ്, എന്ന് വെച്ചാൽ സഹമന്ത്രി പുങ്കവന്മാരുമാണ്. അവരെല്ലാം കൂടി നമ്മുടെ ഖജനാവ് കാലിയാക്കി. അതായത് ഭരണമില്ലാതിരുന്നു, കാര്യക്ഷമത ഇല്ലായിരുന്നു. അങ്ങനെയാണ് അതിപ്പോ അടുത്ത വർഷവും മുഖാമുഖത്തോടെ തുടങ്ങുകയാണ് ഖജനാവ് കാലിയാക്കാനുള്ള തന്ത്രം. അതിന് നമ്മൾ എങ്ങനെയാണ് പാടി പുകഴ്ത്തേണ്ടത്? ഇൻകുലാബ് സിന്ദാബാദ് എന്നും പറഞ്ഞ് നമുക്കത് പാടി പുകഴ്ത്താം.